പ്ലം ടേസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക മെറി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസൊക്കെ എവിടം വരെ കേക്കൊക്കെ ഉണ്ടാക്കിയില്ലെങ്കിൽ ദേ ഞാനൊരു റിച്ച് പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇതാണ് റിച്ച് പ്ലം കേക്ക്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് നമ്മൾ ഷുഗർ കാരമലൈസ് ചെയ്യാണ്. ഒരു 1/2 കപ്പ് ഷുഗർ എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇത് കാരമലൈസായി നല്ല ഡാർക്ക് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. കെയർഫുള്ളായിട്ട് വേണം, ഇത് പൊട്ടിത്തെറിക്കുക, അതുകൊണ്ട് ഇച്ചിരി നീങ്ങി നിന്നിട്ടൊക്കെ വേണേൽ ആഡ് ചെയ്യാൻ. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടെ ഒന്ന് ബോയിൽ ചെയ്തിട്ട് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാം. ഇനി അടുത്തത് ഞാനൊരു 3 ഏലക്ക, ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട പൊടിച്ചെടുക്കാൻ പോവുകയാണ്. കുറച്ച് ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് പൊടിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പൊടിച്ച് കിട്ടും. 1 കപ്പ് മൈദയ്ക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും. അപ്പോഴത്തേക്ക് ഞാൻ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്ത് അരിച്ചെടുക്കണം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന സ്പൈസസിൻ്റെ പൊടിയുണ്ടല്ലോ, അതുകൂടെ ആഡ് ചെയ്തിട്ടാണ് അരിച്ചെടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടും. പതുക്കെ എല്ലാ ഭാഗവും ഒരുപോലെ മിക്സ് ആവുന്ന രീതിയിൽ ഇതൊന്ന് അരിച്ചെടുക്കുക. ഇനി അടുത്തത് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഇവിടെ സോക്ക് ചെയ്യാൻ വെച്ചായിരുന്നു. ഓറഞ്ച് ജ്യൂസിലാട്ടോ ഞാനത് സോക്ക് ചെയ്തത് ഓവർനൈറ്റ്. പിന്നെ ആ ഓറഞ്ചിൻ്റെ ആ പീലും ഞാൻ കുറച്ചിട്ടിട്ടുണ്ട്. ഇനി 1 കപ്പ് മൈദയ്ക്ക് 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് എന്നാണ് ഇതിൻ്റെ കണക്ക്. ഞാനിവിടെ മെയിനായിട്ട് റെസിൻസും ടൂട്ടി ഫ്രൂട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഡേറ്റ്സും കൂടെ ആഡ് ചെയ്യാം. ഞാൻ എന്തുകൊണ്ട് ഡേറ്റ്സ് ആഡ് ചെയ്യലാമെന്ന് വെച്ചാൽ ഈ കേക്ക് നമുക്കൊരു പ്രഗ്നൻ്റ് ലേഡിക്കും കൂടെ കഴിക്കാനുള്ളത് കൊണ്ട് നേരത്തെ പ്ലാൻ ചെയ്താട്ടോ ഡേറ്റ്സ് ആഡ് ചെയ്യാതെ. ഇനി കുറച്ച് നട്ട്സ്, കാഷ്യൂ, ബദാം, പിസ്ത ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2 ടീസ്പൂൺ ഫ്ലോർ എടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു ഫ്ലോറിൻ്റെ കോട്ടിങ് കിട്ടുമ്പം നമ്മുടെ കേക്കിൻ്റെ ഇടയിൽ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കറക്റ്റ് പൊസിഷനിൽ നിൽക്കും, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ താഴേക്ക് അടിഞ്ഞ് നിൽക്കും. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഒരു 100 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ദേ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 ചെറിയ കോഴിമുട്ടയാട്ടോ ഇതിൻ്റെ കണക്ക്. ഞാൻ ഇപ്പോൾ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ട ഒരുമിച്ച് ആഡ് ചെയ്യരുത്, 1 by 1 ആയിട്ട് ആഡ് ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് നെക്സ്റ്റ് മുട്ട ആഡ് ചെയ്യണം. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ ബട്ടർ, കോഴിമുട്ട എല്ലാം റൂം ടെമ്പറേച്ചറിൽ വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നേരത്തെ പുറത്തെടുത്ത് വെക്കണേ. ഇപ്പോൾ 3 മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഷുഗർ പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ചായിട്ട്, മൈദ ഫ്ലോർ ഉണ്ടല്ലോ, കുറച്ചായിട്ട് ഒഴിക്കുക. പിന്നെ നമ്മൾ ആ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്യാൻ വെച്ച ആ ഓറഞ്ച് ജ്യൂസിൻ്റെ ബാലൻസും നമ്മുടെ കാരമൽ സിറപ്പും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുവാണേ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് മിക്സായി കഴിയുമ്പോൾ ബാക്കിയുള്ള ഫ്ലോറും നമ്മുടെ കുറച്ച് ഓറഞ്ച് ജ്യൂസും കാരമലിലൂടെ മിക്സ് ചെയ്ത് ഇതൊന്ന് സെറ്റാക്കി എടുക്കുക. ഇപ്പോൾ ഇതേ നമ്മളിവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ ഫ്ലോറിൽ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഉണ്ടല്ലോ, ആ മിക്സ്ചറോടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഞാനിവിടെ മോൾഡിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ബട്ടർ പേപ്പർ വെച്ചിട്ടില്ല, ജസ്റ്റ് ബട്ടർ വെച്ച് സ്പ്രെഡ് ചെയ്തിട്ടുള്ളൂ. പക്ഷേ നിങ്ങളെപ്പോഴും ബട്ടർ പേപ്പർ വെച്ച് ചെയ്യുവാണെങ്കിൽ നല്ലതാണ്. ഗാർണിഷൊക്കെ ചെയ്തിട്ട് നമ്മുടെ ഓവൻ ഫസ്റ്റ് 175 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ്സ് ആദ്യം പ്രീ ഹീറ്റ് ചെയ്യണം.
അത് കഴിഞ്ഞ് 175 ഡിഗ്രിയിൽ തന്നെ 1 ഹവറാണ് നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ദേ നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. റിച്ച് പ്ലം കേക്ക്, നിറയെ ഫ്രൂട്ട്സ്, ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ആണ്, അതുകൊണ്ടാണ് അതിന് റിച്ച് പ്ലം കേക്ക് എന്നുള്ള പേര് തന്നെ വന്നേക്കുന്നത്. അങ്ങനെ ദേ ഇപ്പം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ നല്ല വലിയൊരു മോൾഡാണ് എടുത്തത്, അതുകൊണ്ടാണ് ഹൈറ്റ് അധികം തോന്നാത്തത്. പക്ഷെ നല്ല സൈസുണ്ട് കേട്ടോ, നല്ല വലിയ റൗണ്ടാണ് ഈ കേക്ക്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല സ്മൂത്തായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല സോഫ്റ്റാണേ. കണ്ടോ, അപ്പോൾ നമ്മുടെ കേക്ക് ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നല്ല ഒരു ഭംഗി അത് കാണാൻ തന്നെ, നമ്മുടെ റിച്ച് പ്ലം കേക്ക്. അപ്പം ഈ ക്രിസ്മസിന് എല്ലാവരും റിച്ച് പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു. Press the bell icon on the YouTube app and never miss another update.